അസീന് തൊട്ടൊരു അനിയുണ്ട്. ചോദിച്ചോക്കെ ആൾക്കറിയില്ല. നമ്മക്കറിയില്ല എന്റെ അത്ര പ്രായം. അതുകൊണ്ട് തന്നെ പറയണ ഈ വയസ്സിൽ മൂത്തോര് എന്തെങ്കിലും പറയും. എന്തിനത്? അപ്പൊ എനക്ക് രാത്രിയല്ല ഇജ്ജ് മാത്രമുള്ള അറിവില്ല ആള്. അങ്ങനെ പള്ളിയിലത്തെ അത്തീബിനടുത്ത് എന്റെ അറിവിൽ ആരോ അറിവില്ലത്. ഇന്റെ അറിവില്ല ആളില്ല. ഏറ്റവും എല്ലാവരും അറിയുന്ന ഒരാളില്ല. ഇജ്ജ് മാത്രം ഇല്ല. ഉണ്ട്. ആൾ പഠിച്ചോനുള്ളൂ. എല്ലാവരും അറിവുള്ള ഒരാള്. എന്താ എന്താ ആര്? ഞാനോ? അത് പറഞ്ഞ് അല്ല. അപ്പൊ നമ്മൾ ഈ ഭൂമി ഞാൻ പന്നോട് എന്താ പറഞ്ഞത്? നമ്മക്ക് അറിവില്ല ഒരാള് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കണം. നിക്കണ്ട് തോന്നാണ് കാരൊക്കെ ബുദ്ധിയുണ്ട്. കാര് വിദ്യാഭ്യാസം അതന്നല്ലേ ഇപ്പൊ ഈ പറഞ്ഞോണ്ട് വരുന്നത്. തീരുമാനിക്കാനാണ് ഞാൻ പറഞ്ഞല്ലേ. ഇല്ല അതില്ല. അങ്ങനെ ഉണ്ട് എനിക്ക് തോന്നുന്നത്. ചന്ദ്രനിൽ ആദ്യം പോയ ഒരാള് പറഞ്ഞത് അയാളെ പേരെന്ന് പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരാള് ചന്ദ്രനിൽ ആദ്യം പോയാള് അയാളെ പേര് പറഞ്ഞു ഷിബു ചാക്കോ. ഷിബു ചാക്കോ ഏത് രാജ്യക്കാരനാ? ബ്രസീല്. ബ്രസീലുകാരനാണ്. അയാളെ ഏത് വർഷത്തില് ചന്ദ്രനിലേക്ക്? 1989. 1989. അന്ന് ഈ ജനിച്ചിട്ടില്ല. 89 ഞാൻ ജനിച്ചിട്ടില്ല. അന്ന് പോയിട്ട് അപ്പൊ തന്നെ വന്നു. പിറ്റേന്ന് വന്നൂല്ലേ? ബ്രസീലിലാണ്. ബ്രസീലിനാണ് നേരെ പോയത്. ബ്രസീലിന് നേരെ ബ്രസീലിൽ നിന്നല്ല നേരെ വന്നിട്ട് ചൈനയും ബ്രസീലും തമ്മിൽ എത്ര വ്യത്യാസം? ചൈനയും ബ്രസീലും പാടെ 10,000-15,000 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അത് ഫ്ലൈറ്റ് വഴി. റോഡ് വഴി എനിക്കറിയില്ല. ഞാൻ ഫ്ലൈറ്റ് വഴിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 15 ടൺ. ബ്രസീലും ചൈനയും ഷിബു ചക്ക. അത് മരിച്ചവർക്കൂല. എന്തിനാണ് എന്റെ പേര് ചാക്കോ. കരണ പേര് അതല്ലേ ഷിബു ചാക്കോ. ജെന്നി ഷിബു സെഞ്ചിന് വിളിച്ചോ. 1989 അയാള് പോയിട്ട് 1989 പോയിട്ട് ആ വർഷം തന്നെ തിരിച്ചെത്തി. അന്നാണ് ചന്ദ്രന്റെ ഒരു ഹോട്ടലിൽ തുടങ്ങാനുള്ള ഒരു പബ്ലിക് ഇത് തുടങ്ങിയത്. ചന്ദ്രനിലെ ഹോട്ടലിൽ തുടങ്ങി. എന്ത് ഹോട്ടല്? അത് അയാളെ പേരില്ല. മകളുടെ പേരില് അയാൾ വന്നിട്ട് അനക്ക് ചന്ദ്രനിൽ വന്നിട്ട് തന്നോ? ഇല്ല. അവിടെ കിട്ടല്ല. നമ്മള് ബന്ധല്ലോ. ഇല്ല നമ്മള് ബന്ധല്ലോ. സംസാരിച്ചിട്ടൊന്നുമില്ല. എങ്ങനെ നമുക്കത് അറിഞ്ഞു? ഞാനത് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഉസ്മാൻ മാസ്റ്റർ അയാള് പറഞ്ഞ ഞാനന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുക. 1989 ഇയാള് പോയി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് 29. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കണ നമ്മളാണ് ഇപ്പൊ പറഞ്ഞിരുന്നേന്ന്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല ഇയാള് പൊങ്ങിപ്പോയത്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഇയാൾക്ക് പറഞ്ഞിരുന്നത്. 1989 പോയി. ഞാൻ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉടുമാമാസി പറഞ്ഞതാണ് ഇങ്ങനെ പോയിട്ടുണ്ട്.
ഷിബു ചാക്കോ എന്നോട് ചോദിച്ചാൽ എൻ്റെ പേര് ഷിബു എന്നാണ് സ്വന്തം പേരിലാവുള്ളൂ. അപ്പൊ നിന്റെ അപ്പൊ എത്ര വയസ്സിലേക്ക് 2ാം ക്ലാസ് ചേർന്നത്? 5ാം ക്ലാസ്സിൽ ഒന്നിൽ ചേർത്തു. 5ാം വയസ്സിൽ സ്കൂളിൽ ഒന്നിൽ ചേർത്തിണ്ടാവും. നിങ്ങളുടെ സംവാദം എന്താണ്? എന്ത് ഡിവൈഡ് ചെയ്യണേ? ആ കൊല്ലവർഷങ്ങളൊന്ന് ഡിവൈഡ് ചേട്ടാ ചേട്ടാ ഏത് കൊല്ലവർഷം? ചേട്ടാ നിങ്ങളെ സംവാദം എന്തിലാണ്? ആർക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ളത് അപ്പൊ ഡിവൈഡ് ചെയ്യും. കാലത്ത് എടാ 1989 ഇയാള് പോയി. ഞാൻ പറയണ 1989 ഇയാള് പോയി. സംവാദം പറ സംവാദം. ഞാൻ സ്കൂളില് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉദുമാൻ മാഷ് 1984. അപ്പൊ 5 വയസ്സില് 5ാം ക്ലാസ്സിലാകുമ്പോ 5 വയസ്സിലെ 2ാം ക്ലാസ്സിലെ 3 ഉണ്ടേ അത് 5 പറയണ മനസ്സിലാക്ക്. പറയട്ടട 1989 ഇയാള് പോയിക്കണു. അന്ന് നമ്മള് സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറിയില്ല. പഠിക്കില്ല. ആൾക്കറിയില്ല. അത് ഞാൻ നോക്കിയിട്ടില്ല. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. 5 വയസ്സായി അപ്പണക്ക്. 5 വയസ്സായി. ഞാൻ ഒന്നിലില്ലേ 5 വയസ്സിലാ. അപ്പൊ ഇയാൾക്ക് സ്കൂളിൽ പഠിക്കണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല പറഞ്ഞതോ. ഇയാളെ എനിക്കത് ഓർമ്മയിലാണ്. ഓർമ്മയില്ല. അപ്പൊ ഈ 1ാം ക്ലാസ് പഠിച്ച ആൾക്ക് ഓർമ്മ, 2ാം ക്ലാസ് പഠിച്ചിട്ട് ആകെ ഓർമ്മ ഉള്ളത് ഈ ഷിബു ചാക്കോ റോക്കറ്റിന് ഓരെത്തിയതാണ് അതൊക്കെ ഓർമ്മയുള്ളൂ. ഞാൻ പറയട്ടെ തുണിമാടം പിഞ്ഞും വരികയാണ്. ആ പിഞ്ഞി അണഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു 1989 ഷിബു ചാക്കോ പറയുന്ന ആള് ചന്ദ്രനിലേക്ക് പോയി. ഇയാള് പോണ ടൈമിലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല അയാൾ അതിന്റെ കുടിയിൽ വന്നിട്ട് പറഞ്ഞല്ലോ. എടോ ഇത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോ എനിക്ക് അറിവില്ലാണ്. 5 വയസ്സുണ്ട്. 5 വയസ്സുണ്ട്. 5 വയസ്സുണ്ട്. ഞങ്ങൾ ഈ ഇവിടെ ഇത്ര ആൾക്കാരെ ചേർപ്പിക്കുന്ന എത്രയില്ലെന്നോ. പിന്നെ 5 വയസ്സിലെ 1ാം ക്ലാസ് പോയി. അപ്പൊ ഇനി ചേർത്തിണ്ടാവും. അത് കറിയില്ല. 2 വയസ്സിൽ ഞാൻ 2ാം ക്ലാസ്സിലേക്ക് എത്തി. അപ്പൊ 6 വയസ്സായി. 2ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തി. അപ്പൊ ഉദുമാ മാഷ് ഇങ്ങനെ 4 മണിക്ക് എന്താ ബെല്ലടിച്ച് കഴിയണതിന്റെ മുമ്പേ 4 മണിക്ക് ബെല്ലടിച്ചു. മുമ്പേ ഉദുമാ മാഷാണ് ബെല്ലടിച്ചത്. അല്ല ഉദുമാ മാഷല്ല ബെല്ലടിക്കുക. അത് കുട്ടികളെ ബെല്ലടിക്കുക. 4 മണിക്ക് ഊണ് കഴിക്കുക. 4 മണിക്കല്ലടോ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ബെല്ലടിച്ചു കഴിഞ്ഞാല് കളിച്ച് സ്കൂൾ കണ്ട് കയറി കഴിഞ്ഞാൽ ജനഗണമന ചൊല്ലി വിടും. നമ്മള് പഠിച്ചതാണല്ലോ. അപ്പോ 2ാം ക്ലാസ്സിൽ ഇതേമാതിരി ഞാൻ കുടിയിൽ വന്ന് എന്റെ തറവാടാണ് ഇവിടെ. അതിപ്പോഴും ഇവിടെ തന്നെ അല്ല, അന്ന് ഞാൻ താമസപ്പെടാനാ പറയുന്നത്. അങ്ങനെ എന്റെ തറവാട് ഇവിടെ അതിപ്പോഴും അവിടെ തന്നെ. ഞാൻ ഈ തറവാട്ടിലാണ് താമസം. അപ്പോ ഞാൻ ഇവിടെ വന്ന് ഊണൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോയപ്പോ മാഷിന് അന്ന് കണക്കാണ് നോക്കിയെടുക്കുന്നത്. അങ്ങനെ ഇരുന്ന് കണക്കൊക്കെ എടുത്ത് ഒരു 3 മണിയുണ്ടാവും. അപ്പൊ 3 മണിക്ക് ശേഷം ഒരു കഥ പറച്ചിലുണ്ട്. കഥ ഇതുവരെ അത് ചിലപ്പോ മാഷന്മാരാകാം, ചിലപ്പോ ടീച്ചർമാരാകാം, പലരും ആകാം. പലതും പറയും. അതിന് ഉദുമാ മാഷ് പറഞ്ഞ ചാക്കോ എന്ന് പറയുന്ന വ്യക്തി 1989 ചന്ദനിലേക്ക് പോയിട്ടുണ്ട്. ആ ആളാണ് ചന്ദനിൽ പോയിട്ട് ഹോട്ടലിന് പ്ലാൻ വരച്ചത് എന്നോട് പറഞ്ഞത്. ഇനി അനക്ക് സംശയം ഉണ്ടെങ്കിൽ അനക്ക് സംശയം ഉണ്ട്. എനിക്ക് സംശയമില്ല കേട്ടോ. അനക്ക് 2ാം ക്ലാസ്സിൽ ഇജ്ജ് പഠിക്കാൻ നിക്ക്. 2ാം ക്ലാസ്സിൽ ഈ പഠിക്കാണ്. അപ്പൊ 90 1990 അനക്കറിയില്ല. അപ്പൊ ഷിബു ചാക്കോ പോയത് 89 ചങ്ങായി പോയിക്കണതേ. ഒരു ചാകന്റെ കടന്നു. പറയട്ടെ, അഞ്ചാം വയസ്സ് എനിക്ക് 5 വയസ്സ് 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുക. അപ്പൊ അനക്ക് 6 പറയാടട്ടാണ്. ഈ സ്കൂൾക്ക് പോന്ന് പറഞ്ഞാൽ കൂടി പോകൂല. ഇമ്മയൊക്കെ പാടെ ഏറ്റിട്ട് കൊണ്ടുപോകണം.